ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേട്ടക്കാരൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ നമ്മൾ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഇന്ന് ഒരു ടെൻറ്റ് വാങ്ങാൻ വന്നേക്കാണ്. ഞങ്ങൾ അപ്പോൾ അതേ കാണിച്ചത് ഇതാണ് സാധനം. സോ ഗായ്സ്, നമ്മൾ കുറേ കാലമായിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു, ഒരു ഡ്രീം മൂമെൻറ്റ് ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനങ്ങളിൽ ഒന്നാണ് ടെൻറ്റ്. അപ്പോൾ എന്തായാലും നാട്ടിലൊക്കെ പോകാനുള്ള സമയമായിട്ട് ഞാൻ നേരെ വന്നിരിക്കുകയാണ് ഗ്രാൻഡ് വേൾഡിലേക്ക്. സോ ഗായ്സ്, കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ അവിടെ അൻഷിക എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട്. നല്ല കമ്പനിയായിട്ട് പുള്ളി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നു. ഓൾ താങ്ക്സ് ടു അൻഷിക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലിട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സാധനം. ചെറുതുണ്ടോ ഇതിൻ്റെ? പിന്നെ ഉള്ളത് മാനുവലുള്ളൂ ചെറുത്. സോ ഗൈസ്, നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തേടി വന്നത് നമുക്കൊരു 4 പേഴ്സൺ ആയിരുന്നു ഞാൻ അന്വേഷിച്ച് വന്നത്. ഓൾറെഡി 4 പേഴ്സൻ്റെ സ്റ്റോക്ക് കണ്ടിട്ടാണ് ഞാൻ ഒരു റീസെൻറ്റ് മന്തിൽ ഞാൻ നോക്കി വെച്ചിട്ട് പോയിട്ടാണ് വന്നത്. അപ്പോൾ ഈ മാസം സാലറി കിട്ടിയപ്പോൾ എടുക്കാമെന്ന് കരുതിയാണ് ഓടിപ്പഞ്ഞ് വന്നത്. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 4 പേഴ്സൺ ഫുള്ള് സോൾഡ് ഔട്ടാണ്. പിന്നെ ഇവിടെയുള്ള 8 പേഴ്സൺ ആണ്. അത് വളരെ ഹ്യൂജാണ്. ഞാൻ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ലയിടത്ത് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ പോയി ഒരു ടെൻ്റ് അടിക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 പേഴ്സൺ 6 പേഴ്സൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളൂ. പിന്നെ എനിക്ക് ആണെങ്കിൽ അടുത്ത മാസം കയ്യിൽ പൈസ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെൻഡായി പോകും. സോ എനിക്ക് എന്തായാലും എടുത്തേ പറ്റൂ. അപ്പോൾ ഇതാണത്തെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു സാധനം. പക്ഷേ ഞാൻ ബ്രോ ഇങ്ങോട്ട് നിൽക്കാം, അതിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കാമോ? അല്ല, ബ്രോൻ്റെ സൈസ് കാണിച്ചു കൊടുക്കാനാണ്. ഒരാളുടെ അത്ര വരുമ്പോൾ ഇത്രയും ഉണ്ട്. ഇപ്പം ബ്രോയുടെ പേരെന്താ? അൻഷിക് ബ്രോ. ആളുടെ സൈസ് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 8 പേഴ്സൻ്റ് ടെൻ്റാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, റൂമും ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുകയെന്ന് വെച്ചാൽ പെട്ടി പാക്ക് ചെയ്ത് ട്രോളിയുടെ ഒപ്പം കെട്ടിവെച്ച് കഴിഞ്ഞ് നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ്. ആ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നുള്ളൂ. 4 പേഴ്സൺ ഇത്രയുടെ ചെറുതായിരുന്നെങ്കിൽ എന്നുവെച്ചാൽ 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറുതുണ്ട്. പക്ഷെ അത് മാനുവൽ ആണ് ഇരിക്കുന്നുള്ളൂ. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ സ്വയം സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് നമ്മൾ ഇത് നമ്മൾ കുട വിടർത്തി വരുന്ന പോലെ നമുക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്ത് വരുകയും ചെയ്യും. ക്ലോസ് ആയിക്കോളും. ഇതിന്റെ വിത്തൗട്ട് കവർ ഞാൻ ഉള്ളിൽ ഇത് നമ്മുടെ ട്രോളിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയാലും ഇതിൻ്റെ വലിപ്പമുള്ള സാധനമായതുകൊണ്ട് നമുക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബ്രോ പറഞ്ഞത് 4 പേഴ്സൺ ആണെങ്കിൽ തന്നെ 4 പേഴ്സൺ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കിടക്കാനും ആണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഇത്തിരി കൺജസ്റ്റഡ് ആയിരിക്കും എന്നാണ് പറയണേ. സോ പിന്നെ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഗ്യാങ് കൂടി പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാനും കൂടെ പറ്റുന്നൊരു സാധനം നോക്കുക. എന്നാൽ 6 പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അടുത്ത ഓപ്ഷൻ 6 പേഴ്സൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് പോവുകയാണ് നേരെ നൈസായിട്ട് കാണിച്ചു തരാം കേട്ടോ. 6 പേഴ്സൺ അടുത്ത മാസം വരും. അടുത്ത കൊല്ലം വരും. ഓ, പിന്നെ വെയിറ്റ് കൂടിയ കുഴപ്പമുണ്ടോ? 200 വരെ നമുക്ക് അഫോർഡ് ചെയ്യാം. പിന്നെ വലിപ്പം കുറഞ്ഞു കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. And she told me to came upstairs over here, so I came over here. But I was looking for the 6 person or 7 person. This one is too much big. 7 person. പരിപാടി ഇത്രേ ഉള്ളൂ. അസംബ്ലിങ്ങും ഡിസംബ്ലിങ്ങും ബ്രോ നമുക്ക് കാണിച്ചു തന്നു. പെട്ടെന്ന് തന്നെ പരിപാടികൾ തീർന്നു. സുഖമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. ഇത്ര റേറ്റ് വരുമ്പോൾ ഇതിനൊരു 130 പറയുകയാണെങ്കിൽ 2600-700 ആ പരിപാടി തീരും. വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണ്. ഇവിടുന്ന് ഇതിലൂടെ ചെറിയതാണ്, മറ്റേതിൻ്റെ അത്രമില്ല എന്നാണ് പറഞ്ഞത്. വടകര. Guys, I'm so sorry for the loud noise because I'm inside right now. I'm so sorry. Sound ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഗായ്സ്, ഒരു രക്ഷയില്ലാട്ടെ നല്ല പട്ടപ്പട്ടയായിട്ട് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റ് ആവുന്നുണ്ട്. നമ്മൾ കുട വിടർത്തുന്ന അത്രയും ലാഘവത്തോടെ സുഖമായിട്ട് നമുക്കൊരു ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല പട്ടയായിട്ട്. ഇതാണ് ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണം. മാനുവലാണെങ്കിൽ നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ടിരുന്ന് നമ്മൾ ഫോളോ ചെയ്തപ്പോൾ ഇതിനെയോ ഈ ജസ്റ്റ് ഒന്ന് ഒരു ടാപ്പിൽ സിബും തുറന്ന് സാധനം നിലത്തിട്ടിരുന്നു ഒന്ന് കഴുത്തിൽ ആ ഒരു അഡ്ജസ്റ്ററിലൊന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മതിയും. സംഭവം ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ.
അപ്പം എങ്ങനെയുണ്ട് നമ്മൾ മൊത്തം അടിപൊളി സാധനമല്ലേ? അപ്പം ഇതെനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നൈസ് സാധനം. 6 പേഴ്സണാണ്. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, സുഖമായിട്ട് അത്യാവശ്യം നല്ല സ്പേസും കിട്ടും. ഇവിടെ എൻട്രൻസ് ഉണ്ട്, അവിടെ എൻട്രൻസ് ഉണ്ട്, ബാക്കിലല്ലേ. വലുതാട്ടോ. അതെ 229 വരും അല്ലേ? അടിയിൽ നനവൊന്നും വരത്തില്ലല്ലോ, അടിവശം നനവൊന്നും വരത്തില്ലല്ലോ. മറ്റേ കൊടയുടെ മാതിരി മെറ്റീരിയൽ അല്ലേ? കൊടയുടെ തന്നെ സെയിം മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ടോ? ഇതില് ക്ലോത്തിങ് 2 വന്നിട്ടുണ്ട്. ഒന്നീ മേളിലുള്ളത്, പിന്നെ അടിയിൽ വേറെ സിബും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കുറെ കലാപരിപാടികളുണ്ട് അതിനകത്ത്. സിബ് നെറ്റ് വെച്ച് നമുക്ക് കവർ ചെയ്തിടാവുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാവുന്നതുണ്ട്. ചെയ്യുന്ന സമയത്ത് സ്പോട്ട് വെച്ചാൽ ഈ ലോക്ക് ഉണ്ട്, അത് ഇതിലേക്ക് കൊളുത്തി കൊടുക്കണം. നമ്മുടെ തറയിലടിക്കുന്നു, ഫീലൊക്കെ വെക്കാം. ലോക്ക് ചെയ്ത് വെക്കാം. സോ ഗൈസ്, ഇതൊരു മാളാണ് കേട്ടോ, ഒരു ബിസി മാളാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും കസ്റ്റമർ ഓടിപ്പാഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള പാട്ടും പോകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സംഭവം ഇതാണ്, 6 പേഴ്സൺ അടിപൊളി ടെൻ്റാണ്. അപ്പോൾ എല്ലാം കാണിച്ചു തന്നത് ഈക്കയാണ് കേട്ടോ. ആൾ ഫേസ് കാണിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ് ബ്ലറാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. സോ ഗൈസ്, അത്യാവശ്യം നെഗോസിയേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി. പിന്നെ ലാസ്റ്റ് ഞാനൊരു കൺക്ലൂഷനിലെത്തി, ഇത് തന്നെ എടുക്കാമെന്നാക്കി. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയത് 130 ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് 220 സംതിങ് ആണ്. അപ്പം ഏകദേശം നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 4000, 4300 ആ റേഞ്ചൊക്കെ വരും. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം അടിച്ചു പൊളിക്കാൻ പറ്റിയ സാധനമാണ്. ഫ്രണ്ട്സ് ഗ്യാങ്സ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ട്രിപ്പ് അടിക്കാനാണെങ്കിലും സോളോ ആണെങ്കിലും എല്ലാത്തിനും പൊളിയ സാധനമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ 2 ലെയർ കോട്ടിങ്ങും ഉണ്ട്, നല്ല പക്കയായിട്ടുള്ള റെയിൻ പ്രൂഫ് കോട്ടിങ്ങും ഉണ്ട്. പിന്നെ അടിവശത്ത് ചെളിയാവാണ്ട് സെപ്പറേറ്റ് ഉള്ള നല്ലൊരു പ്ലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലോസിങ് നെറ്റ് ഒരു കവറേജും ഉണ്ട്. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ നമുക്ക് വാല്യൂ ഫോർ മണി ഐറ്റമാണ്. നല്ല മെറ്റീരിയലാണ്, ഞാൻ ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതൽ വർത്താനൊന്നുമില്ല, നേരെ നമുക്ക് സാധനം മേടിച്ച് പേയ്മെൻറ്റ് കൊടുക്കുക, ഇറങ്ങിപ്പോരും, അത്രേ ഉള്ളൂ. അവിടെ പിടിച്ചോ, ഞാൻ എന്നിട്ട് പിടിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഷോൾഡറിൽ ഇട്ട് കാണിച്ചു തരാമോ? പക്ഷെ കാണാനാണ് സംഭവം. സോ ഗൈസ്, അങ്ങനെ ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്തിട്ട് കാണിക്കുന്നില്ല, കാരണം നല്ല ലെങ്തി ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നീണ്ട നേരത്തെ പരിശ്രമത്തിനും നെഗോസിയേഷനും ശേഷം ഞങ്ങളൊരു കാര്യത്തിൽ വന്നു, ഫൈനൽ കൺക്ലൂഷനിൽ വന്നു. ഞാൻ ഹാപ്പിയായി, അൻഷിക്കാക്കയും ഹാപ്പിയായി. അപ്പോൾ 30 സാധനം വിറ്റതിൻ്റെ സന്തോഷം, ഞാൻ മേടിച്ചതിൻ്റെ സന്തോഷം എല്ലാം കൂടെ പറഞ്ഞ് ഞങ്ങൾ സെറ്റപ്പാക്കി. സാധനം എന്തേ പാക്ക് ചെയ്ത് എൻ്റെ ബില്ല് ചെയ്യാൻ പോവാണ്. ഗൈസ്, ലെറ്റ്സ് സീ. യൂട്യൂബറാണ്, ചെറിയ. അപ്പം നമ്മൾ സംഭവം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു നമ്മുടെ 229 ആണ് റേറ്റ്. അപ്പോൾ നമ്മുടെ പേരെന്തായിരുന്നു ബ്രോയുടെ? അൻഷിദ്, നദീഷ. നിങ്ങൾ രണ്ടുപേരും നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. ഇവിടെ ശ്രീലങ്കൻ ഗോമത്. മലയാളം അപ്പം എങ്ങനെ പഠിച്ചില്ലേ? നല്ല കാര്യം. അപ്പോൾ എല്ലാവരും വന്ന് മലയാളവും പഠിച്ചു, ഹിന്ദിയും പഠിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ UAE വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം പഠിക്കും. അപ്പോൾ നമ്മൾ സംഭവം എടുത്തിട്ടുണ്ട്. 6 പേഴ്സണാണ്, വാട്ടർ പ്രൂഫ്, ഡ്യൂറബിൾ, എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. കാറ് പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നേപ്പാളിൽ പറ്റുവാണെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇവനെയും കൊണ്ട് നമുക്ക് യൂസ് വരും. പിന്നെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തെരുവറി കൊല്ലും. സോ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ബ്രോയ്ക്കും താങ്ക്സ്. അപ്പോൾ see you on the next video. Till then, see you one and only favorite വേട്ടക്കാരൻ signing off. Bye.